പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനും അവിടുത്തെ വത്സരമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിനും വിശുദ്ധ യോസേപ്പിതാവിനും ഇത്രയും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, ആണ്ടുവട്ടത്തിലെ 31-ാം ഞായറിലേക്ക് സഭമാതാവ് നമ്മെ സാദരം ക്ഷണിക്കുമ്പോൾ പ്രഥമവും പ്രധാനവുമായ കൽപ്പനയെക്കുറിച്ചുള്ള സന്ദേശമാണ് ഇന്നത്തെ വചനഭാഗങ്ങളിലൂടെ നമുക്ക് ശ്രമിക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കുക. നിയമാവർത്തന പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ശ്രമിക്കുന്ന പോലെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, അവിടുന്ന് കൽപ്പിക്കുന്ന ചട്ടങ്ങൾ പാലിക്കുക എന്നുള്ളത്. വിശുദ്ധ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നിയമത്തിൻ്റെ ഒരുവൻ വന്ന് ഈശോയോട് ചോദിക്കുന്നു, പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ് എന്ന്. അവിടുന്ന് ഇപ്രകാരം ധരിച്ചുകൊണ്ട് അവർ പറയുന്നു, ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക, ഇതിനെ പോലെ ദയക്കാരനെയും സ്നേഹിക്കുക. പ്രിയമുള്ളവരെ, സ്നേഹം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ അനർത്ഥമായി ഒഴുകുന്ന വലിയൊരു സത്യം തന്നെയാണ്. ജീവജാലങ്ങൾക്ക് വായു നിഷേധിക്കാനാവാത്തതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തിലും സ്നേഹം. ആകയാൽ ഈ സ്നേഹത്തെ പ്രവാഹമാക്കി മാറ്റിക്കൊണ്ട് മറ്റുള്ളവർ ഉൾക്കൊള്ളുവാനുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളെയും തിരുവനന്തപുരത്തെയും സമർപ്പിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ വലിയ അർപ്പണത്തിനായി നമ്മൾ വന്നുപോയി പാവകേതുമായ കാരണങ്ങളെ ചൊല്ലി അവരോട് പാവം അറിയുകയാണ് ചെയ്യാൻ. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം,
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങിൽ നിന്ന് വരുന്ന കാലത്താണല്ലോ അങ്ങേ വിശ്വാസികൾ അങ്ങേക്ക് യോഗ്യവും സ്തുത്യർഹവുമായ ശുശ്രൂഷ അർപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിബന്ധവും കൂടാതെ അങ്ങേ വാഗ്ദാനങ്ങളിലേക്ക് ഞങ്ങൾ മുന്നേറുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. ആവർത്തന പുസ്തകത്തിൽ നിന്ന് മൂശ ജനത്തോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുന്നതിനും നിനക്ക് ദീർഘായുസ്സ് ലഭിക്കുന്നതിനുമായി ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും നൽകിയിരിക്കുന്ന നിയമങ്ങളും കൽപ്പനകളും ജീവിതകാലം മുഴുവൻ അനുസരിക്കണം. ഇസ്രായേലെ ശ്രമിച്ചാലും നിനക്ക് മംഗളം ഫലിക്കുന്നതിനും നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന ശബ്ദം തേരും പാലും ഒഴുകുന്ന നാട്ടിൽ നീ വർദ്ധിച്ചു പെരുകുന്നതിനായി കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ള
പഠിപ്പിച്ച ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ വചനം. എന്റെ ബലമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ ബലമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ ബലമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവ് എന്റെ ശൈലവും കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവുമാണ്. എന്റെ ബലമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ അഭയം തേടുന്ന പാറയും എന്റെ പരിചയും എന്റെ രക്ഷയുടെ കൊമ്പും എന്റെ ആലംബവുമാകുന്നു. കൃത്യനായ കർത്താവെ, ഞാൻ വിളിച്ചപേക്ഷിക്കും. എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. എന്റെ ബലമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവ് ജീവിക്കുന്നു. എന്റെ ശില വാഴ്ത്തപ്പെടട്ടെ. എന്റെ രക്ഷകനായ ദൈവം സ്തുതിക്കപ്പെടട്ടെ. രാജാവിന് അങ്ങ് മഹാവിജയം അനുവദിച്ചു കൊടുത്തു. അങ്ങയുടെ അഭിഷിക്തരോട് അങ്ങ് ദയ കാണിക്കുന്നു. എന്റെ ബലമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സഹോദരനെ, പഴയ നിയമത്തിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു. മധ്യരായവർ എന്നും പൗരോഹിത്യത്തിൽ തുടരുക അസാധ്യമായിരുന്നല്ലോ. എന്നാൽ ഈ പുരോഹിതൻ നിത്യം ജീവിക്കുന്ന ആളാകിയാൽ അവിടുത്തെ പൗരോഹിത്യം നിത്യമാകുന്നു. ആകയാൽ തന്നോട് ദൈവത്തെ സമീപിക്കുന്നവരെയെല്ലാം സദാ സംരക്ഷിക്കാൻ അവിടുന്ന് പ്രാപ്തനാണ്. എന്തെന്നാൽ സദാ ജീവിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ അവിടത്തേക്ക് കഴിയും. പരിശുദ്ധനും നിഷ്കളങ്കനും നിർമ്മലനും പാപികളിൽ നിന്നും വ്യതിരിക്തനും സ്വർഗത്തെക്കാൾ ഉന്നതനുമായ ഇത്തരമൊരു മഹാപുരോഹിതനായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. പ്രധാന ആചാര്യന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കും അനന്തരം ജനങ്ങളുടെ പാപങ്ങൾക്കും പരിഹാര ബലി അർപ്പിക്കേണ്ട ആവശ്യം അവിടേക്കില്ല. തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ അത് അവിടുന്ന് നിർവഹിച്ചു. ന്യായപ്രമാണം ബലഹീനരായ മനുഷ്യരെ പുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് ശേഷം വന്ന ശബ്ദവത്സരം എന്നേക്കും പൂർണ്ണനായി നിലകൊള്ളുന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. കർത്താവിന്റെ വചനം. കർത്താവ് നിങ്ങളോടുകൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് നിയമജ്ഞരിലൊരുവൻ മുൻപോട്ട് വന്ന് ഈശോയോട് ചോദിച്ചു, കൽപ്പനകളിൽ ഏറ്റവും പ്രധാനമായത് ഏതാണ്? ഈശോ ഉത്തരമരുളി, എല്ലാറ്റിനും പ്രധാനമായ കൽപ്പന ഏതാണ്? അല്ലോ ഇസ്രായേലെ ശ്രമിച്ചാൽ നമ്മുടെ ദൈവമായ കർത്താവ് ഏകദൈവമാത്രമേ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും മുഴുവൻ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കുക. ഇതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കൽപ്പന. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഇവയ്ക്കുപരി വേറൊരു കൽപ്പനയുമില്ല. നീ അവൻ ഈശോയോട് പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് സത്യം തന്നെ. ഒരു ദൈവമേ ഉള്ളൂ, അവിടുന്നല്ലാതെ വേറെ ദൈവമില്ല. അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും സകല ഹോമയാഗങ്ങളെയും ബലികളെയും കാണും ശ്രേഷ്ഠമത്രേ. അയാളുടെ ബുദ്ധിപൂർവകമായ മറുപടി കേട്ട് ഈശോ അരുൾ ചെയ്തു, താങ്കൾ ദൈവരാജ്യത്തിൽ നിന്ന് വിദൂരത്തല്ല. അതിനുശേഷം അവിടത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആരും തുനിഞ്ഞില്ല. കർത്താവിന്റെ സുവിശേഷം.
ക്രിസ്തുവിത്രയും സ്നേഹമായ സഹോദരങ്ങളെ, മനുഷ്യൻ ആരോഗ്യമുള്ള ചിന്തയിൽ വളരെ വിപുലമായിട്ടുള്ള അർത്ഥങ്ങളാണ് പറയുവാനായിട്ട് സാധിക്കുക. മറ്റ് ജീവികളെക്കാൾ ഉപരിയായിട്ട് ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ് ബുദ്ധികൂർമ്മത എന്നുള്ളത്. ഈ ബുദ്ധികൂർമ്മത കൊണ്ട് മനുഷ്യന് ചിന്തിക്കുവാനും കൂടുതലായി വ്യാപരിക്കുവാനും സാധിക്കും. എന്നാൽ ബുദ്ധികൂർമ്മതയ്ക്കൊപ്പം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുറവാണ് സ്നേഹം എന്നുള്ളത്. സ്നേഹം ഒരു വികാര പ്രകടനമായിരിക്കെ പലപ്പോഴും സ്നേഹം പ്രതിഫലം ആഗ്രഹിക്കുന്നതാക്കി മാറ്റാറുണ്ട്. ഞാൻ ചെയ്തതിന് എനിക്ക് തിരിച്ച് എന്ത് ലഭിക്കും എന്നുള്ള ഒരു വാഗ്വാദത്തിലേക്കാണ് പലപ്പോഴും ഈ സ്നേഹത്തെ കൊണ്ടുചെന്നെത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന, മുഴുകിക്കിടക്കുന്ന ഈ സ്നേഹവായ്പിനെ അതിനെ പുറത്തെടുത്തുകൊണ്ട് ഒരു പ്രവാഹമാക്കി മാറ്റുന്നതിലേക്ക് ഇതിൻ്റെ സുവിശേഷ ഭാഗം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നീ ഒരു നിയമപണ്ഡിതനാണ്, എല്ലാ നിയമവശങ്ങളും അറിയാവുന്ന ഒരുവനാണ് ഈശോയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്, കൽപ്പനകളിൽ ഏറ്റവും പ്രധാനമായത് ഏതാണ്? അവൻ ഒരു നിയമജ്ഞനാണ്, അതേപോലെ തന്നെ യഹൂദ വംശജനുമാണ്. ദൈവം പ്രമാണങ്ങൾ കൽപ്പിച്ച് നൽകിയിട്ടുള്ളതെല്ലാം തന്നെയും അവന് വ്യക്തമായി അറിയുകയും ചെയ്യാം. ഈ 10 പ്രമാണങ്ങളെ അവനെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാ പ്രമാണങ്ങളുടെയും തലനാരിഴകയിൽ അവൻ പരിശോധിച്ചിട്ടുണ്ടാകും. എല്ലാം തന്നെയും പരമപ്രധാനമായി നിലകൊള്ളുമ്പോൾ അവൻ ചോദിക്കുന്നത് ഈ പ്രമാണങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് ഏത് എന്നാണ്. യേശു പറയുകയാണ്, എല്ലാറ്റിനും പ്രധാനമായ കൽപ്പനയിലാണ് ഇസ്രായേലിനെ ശ്രമിച്ചാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏകദൈവമത്രേ. ആ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലും പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിലും നമുക്ക് പ്രകാരം പ്രമാണങ്ങളുടെ ഈ രംഗച്ചുരുക്കത്തിൽ നമുക്ക് ശ്രമിക്കുവാൻ സാധിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈശോ സംസാരിക്കുന്നില്ല. അങ്ങനെ ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിലും ആ ദൈവത്തിൻ്റെ പരിശുദ്ധ സ്നേഹത്തെ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ഈശോ കൽപ്പിച്ചു തരുന്നത്. ഇതൊരു പങ്കുവയ്ക്കലാണ്. പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും ദാതാവിൽ നിന്ന് സ്വീകരിക്കണം. അങ്ങനെ സ്വീകർത്താവ് ദാതാവിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അതേപോലെ തന്നെ സ്വീകർത്താവിൻ്റെ മനസ്സിനെ ദാതാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നായി ചേരുന്ന ഒരു പ്രക്രിയയാണ് സ്നേഹത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും സ്നേഹം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. മറിച്ച് എന്നിൽ സ്നേഹത്തിൻ്റെ പ്രവാഹം നിലക്കാത്തതിനാൽ ആ സ്നേഹത്തെ അറിഞ്ഞോ അറിയാതെയോ സ്നേഹം നിഷേധിക്കപ്പെട്ട മേഖലകളിലേക്ക്, വ്യക്തികളിലേക്ക് ഒഴുക്കിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. ആകയാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തെ ഞാൻ കാണുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്നേഹിക്കണം. അവരെ ആരാധിക്കേണ്ട, വണങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ സ്നേഹം ദൈവത്തിൽ നിന്ന് പ്രവാഹമായി എന്നിലേക്ക് ഒഴുകി വരുന്നത് പോലെ എൻ്റെ ഉള്ളിലെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഞാൻ ഒഴുക്കിവിടും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സ്നേഹം നിഷേധിക്കപ്പെട്ടവരുണ്ടാകാം, ഒറ്റപ്പെട്ടവരുണ്ടാകാം, തഴയപ്പെട്ടവരുണ്ടാകാം. അവരുടെ കുറ്റങ്ങൾ കൊണ്ട് തന്നെയാകാം അവർ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടത്.
പക്ഷെ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മൾ ഒരിക്കലും ആ ഒറ്റപ്പെട്ട് നിൽക്കുന്നവനെ, തടയപ്പെട്ട് നിൽക്കുന്നവളെ അതിൻ്റെ വഴിയിലേക്ക് വിട്ടുകൊടുക്കാതെ നമ്മൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് അവളെ എന്നിലേക്ക് അടുപ്പിച്ചു നിർത്തുന്ന, എൻ്റെതാക്കി മാറ്റുന്ന ഒരു സത്യമാണ് ഈശോ ആ പരിശുദ്ധ സ്നേഹ പ്രമാണത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരിക. വചനം നമ്മെ പഠിപ്പിച്ചു തരികയാണ് ദൈവം പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ പാപനിമിത്തമായ ഈ ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ പാപകരമായ അവസ്ഥയിൽ കഴിയുന്നവനെ ദൈവം തന്നിനോട് അണച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ പാപവശങ്ങളെ കഴുകിക്കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ രണ്ട് കൽപ്പനകളുടെയും ഒരുമിക്കലാണ് ഈശോ ഒറ്റ വാക്കിലൂടെ ഉത്തരം തരുന്നത്. ദൈവത്തെ നീ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ നിന്റെ പ്രിയപ്പെട്ടവരെയും നീ സ്നേഹിക്കുക. റോമാക്കാർക്ക് ലേഖനത്തിൽ പൗലോസ് അതിന്റെ 13-ാം അധ്യായം നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. മറ്റുള്ളവർക്ക് നീ ചെയ്യുവാൻ കൽപ്പിതമായിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ അവനെ നീ നേടിയെടുത്തു കഴിഞ്ഞു, അവനെ നീ സ്വന്തമാക്കി കഴിഞ്ഞു. സ്നേഹിക്കുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും നീ ചെയ്യാനായിട്ടില്ല. അപ്പോൾ നീ പ്രതിഫലത്തിന് വേണ്ടി കാത്തു നിൽക്കരുത്. നീ സ്നേഹ പ്രവൃത്തി അവളിൽ നീ നിർവഹിച്ചതിനാൽ നിന്റെ കടമ നീ നിർവഹിച്ചിരിക്കുകയാണ്. നീ നിഷേധിക്കുകയല്ല ചെയ്തത്, ആ കടമയുടെ പൂർത്തീകരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. തിരികെ കിട്ടാൻ വേണ്ടി നീ കാത്തു നിൽക്കരുത്. അത് ദൈവകൽപിതമായിട്ടുള്ള ഒരു സത്യം തന്നെയാകയാൽ നമുക്കെപ്പോഴും സ്നേഹം നിറഞ്ഞവരായി മാറാം. അളവുകൾ അതിരുകളില്ലാതെ അമർത്തിക്കുലുക്കി കൊടുക്കാൻ തക്കവണ്ണം നമ്മളുടെ ഈ സ്നേഹം, കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള സ്നേഹം, അതിൻ്റെ പ്രവാഹം സകലത്തിലേക്കും കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ക്ഷമയോടുകൂടെ എല്ലാവരെയും സമീപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമേതാന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിനെ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചതെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവുമായി സത്യദൈവമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവാൻ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡനങ്ങൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധീകരണമനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും അവിടുന്ന് മഹത്വത്തോടെ വേണ്ടത്. അവിടുത്തെ രാജ്യത്തിന് അവസാനമാവുകയില്ല. കർത്താവും ജീവിതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവരും പിതാവിൽ നിന്നും പുത്രനും ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാർ വഴി സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരിത്രാണത്തിന്റെ രഹസ്യം ആഘോഷിക്കുവാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവന്റെയും ഈ കുറവയിൽ നിന്നും ലോകം മുഴുവനും പാലം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് തങ്ങളത്തിന് അർപ്പിച്ചിട്ടുള്ളവരെല്ലാം അവിടുത്തെ സഹായത്താൽ തങ്ങളുടെ വ്രതപ്രതിജ്ഞ വിശ്വസ്തതയുടെ കാത്തുപാലിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിപത്തുകളിൽ നിന്നും മോചിതനായി സ്വതന്ത്ര മനസ്സോടെ ജനങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിനകരാകുവാൻ അവരുടെ ഇടയിൽ സമാധാനത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഏകാന്തതയാൽ രോഗത്താലും ക്ലേശിക്കുന്ന വൃദ്ധജനങ്ങൾ നമ്മുടെ സഹോദര സ്നേഹത്താൽ ശക്തിപ്പെടാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇക്കാലയളവിലെ നന്മകളാൽ ദൈവം നമ്മെ പരിപോഷിപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും
നിത്യമായ അനുഭവിക്കുവാൻ പ്രാപ്തരാകും വിധം ഈ നന്മകൾ ഉപയോഗിക്കുവാൻ നാം പരിശീലിക്കുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. സമൂഹപരവും വ്യക്തിപരമായ യോഗങ്ങളെയും നന്നായി സമർപ്പിക്കുകയാണ്. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതപൂർവ്വമെന്ന് അവർ യാചിക്കുന്നത് സദാ സന്നദ്ധയാർന്ന് അങ്ങവതാരത്താൽ സംഭ്രാമിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടവരുടെ സഹോദരനെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകരിമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവെയും അങ്ങേക്കുള്ള നിർമ്മലയാഗമാക്കി തീർക്കുകയും ഞങ്ങൾക്ക് അങ്ങേ കാരുണ്യത്തിന് ദിവ്യപ്രഭാവമാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നമ്മെ പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപം വഴി ഞങ്ങളുടെ സാദൃശ്യത്തിൽ ജീവിക്കുവാൻ അങ്ങ് തിരുമനസ്സായ രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അയക്കുവാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ എത്രമാത്രം കാരുണ്യപൂർവ്വം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണം വഴി അങ്ങേ ദാനങ്ങളിലേക്ക് ഞങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടുവോ ആ പുത്രനെ അങ്ങ് സ്നേഹിച്ചത് ഞങ്ങളിലും അങ്ങ് സ്നേഹിക്കുവാനിടയാക്കി. ആകയാൽ ആമോദമായി കൂടെ വാഴുന്നു സ്വർഗീയ ദിവ്യപ്രതാപമാണ് അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യകാലത്തോടൊന്നിച്ച് ഞങ്ങൾ
ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഹിമണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് കുറ്റിക്കൊടുക്കപ്പെട്ട സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി എന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാകെ തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദികഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിനിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ ഉത്ബോധിതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോലെ നിന്നുള്ള കാര്യവുമായിടണം. അന്നന്നു വേണ്ടുന്നോരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ദുഃഖന്മാർക്ക് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. അന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന് വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നമ്മൾ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കും ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
കർത്താവേ, അങ്ങേ ശക്തിയുടെ പ്രവർത്തനം ഞങ്ങളിൽ വർദ്ധമാനമാക്കുവാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്വർഗീയ കുദാശകളാൽ പരിപോഷിതരായി അവയുടെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങേ ദാനത്താൽ ഞങ്ങൾ സജ്ജരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനം